ആയിരുന്നു ഇപ്പോഴത്തെ നിലനിർത്തുന്നതിനും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു. ഭവനിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരേഡ് പരിശോധിക്കുന്നതാണ്. ദേശത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ദേശീയ ഈ സുവർണ്ണ പതാക വിജയി വിശ്വ തിരങ്കാക്കാർ. സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം സ്വജനപ്രീതി വിദ്വേഷം പ്രതികാരബുദ്ധി എന്നിവയ്ക്ക് അതീതമായി എന്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസ് സേനയുടെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്ന് സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. രണ്ടാമത്തെ പ്ലട്ടൂൺ ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം നൽകി കടന്നു. മൂന്നാമത്തെ പ്ലട്ടൂൺ ഈ സമയം വിശിഷ്ടാതിഥിക്ക് നയിക്കുന്ന 14ാമത്തെ പ്ലട്ടൂണാണ് ഈ സമയം കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയന്റെ 18ാമത്തെ പ്ലട്ടൂണാണ് ഈ സമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആദരം നൽകി കടന്നു പോകുന്നത്.
ഇപ്പോൾ പരിശീലന കാലയളവിൽ ഔട്ട്ഡോർ കേരള ആംഡ് പോലീസ് മൂന്നാം ഷിഹാസ് മത്സരിൽ ശ്രീ സൂരജിന്റെയും ശ്രീമതി പെരുമാറ്റത്തിൽ വിനയം, ദൃഢബുദ്ധി, കർത്തവ്യ നിർവഹണത്തിൽ കാർക്കശ്യം, ഇതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. ഇത് പൂർണ്ണമായും ഉൾക്കൊണ്ട് കേരള പോലീസ് സേനയിലെ അംഗങ്ങളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ആശംസിക്കാറുള്ളത്. ഇന്ന് പരിശീലനം പൂർത്തിയാക്കിയ സേനാംഗങ്ങളുടെ ശരാശരി പ്രായം 28 ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിൽ പുതുതായി കടന്നു വരുന്നവരുടെ ശരാശരി പ്രായം കുറച്ചുകൂടി താഴ്ന്നു നിൽക്കുന്നതാണ് നല്ലത്. അതേസമയം വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും അനുഭവ പരിചയവും ആർജിച്ചവരാണ് നിങ്ങൾ. സേവന രംഗത്ത് ഊർജ്ജസ്വലതയോടും പക്വതയോടും പ്രവർത്തിക്കാൻ അത് നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരും എന്ന് പ്രതീക്ഷിക്കുന്നു. സർവീസ് കാലയളവിൽ ഉടനീളം ഫിറ്റ്നസും ആരോഗ്യവും നിലനിർത്തിയാലേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും. ട്രെയിനിങ്ങിന് ശേഷമുള്ള ഫിറ്റ്നസും ആരോഗ്യവും നിലനിർത്തുന്ന കാര്യത്തിൽ പോരായ്മകൾ ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കൂടി ബന്ധപ്പെട്ട എല്ലാവരും ആലോചിക്കേണ്ടതായി. സംതൃപ്തവും സുസജ്ജവുമായ പോലീസ് സേന സംസ്ഥാനത്തിൻ്റെ പുരോഗതി അനിവാര്യമാണ്. ആ ലക്ഷ്യം മുൻനിർത്തി പോലീസ് സേനാംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതോടൊപ്പം മികച്ച സേവനം സമൂഹത്തിന് നൽകാൻ പോലീസ് സേനാംഗങ്ങളും സമർപ്പിത മനസ്സോടെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ വിദ്യാഭ്യാസ യോഗ്യതയും സേവന വേതന വ്യവസ്ഥകളും മെച്ചപ്പെട്ടതോടെ പ്രൊഫഷണൽ മികവ്, ജനങ്ങളോടുള്ള പെരുമാറ്റം ഇവയിലെല്ലാം ഗുണപരമായ മാറ്റം കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങിങ്ങും പരാതികൾ ചിലപ്പോഴെല്ലാം ഉണ്ടാകുന്നുമുണ്ട്. സ്ത്രീകളും ദുർബല വിഭാഗങ്ങളും ഉൾപ്പെടെ എല്ലാ സാധാരണ ജനങ്ങൾക്കും പോലീസ് സ്റ്റേഷനിൽ ധൈര്യപൂർവ്വം വന്ന് ആപരാധികൾ പറയാനും ആശ്വാസം നേടാനുമുള്ള അന്തരീക്ഷമാണ് നാട്ടിലുണ്ടാകേണ്ടത്. അഴിമതിക്ക് ഒട്ടും വശംവദരാകാൻ, നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ, നിയമലംഘനങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനുള്ള എല്ലാ പിന്തുണയും പോലീസിന് സർക്കാർ നൽകുമെന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്.